ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന പോലത്തെ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ തലേന്നത്തതും അന്നത്തതുമായിട്ടുള്ള ക്ലിപ്പുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പൊ തലേ ദിവസത്തെ ഉള്ളി ഒളിക്കണ സീനൊക്കെയാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേനോ ഷെഡിന്റെ കറണ്ട് ഒഴിവാക്കിയിട്ടില്ലാന്ന്. അപ്പൊ തലേ ദിവസം ആ ഒരു സമയത്താണ് കേട്ടോ കറണ്ട് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ഭാഗത്തുള്ള ഹോളോ ബ്രിക്സ് ഒക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുടുംബങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ. അപ്പൊ കിട്ടിയ ആൾക്കാരെയും കൊണ്ട് മോള് ഇവിടെ ടീച്ചറും കുട്ടിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ അടുപ്പത്ത് കൂടെ ഈ മണ്ടി പായണത് ഞാനാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വിൽക്കണ അയൽവാസികളും കുടുംബങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് ചായ കൊടുക്കണ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ് അന്ന്. അപ്പോൾ എല്ലാവർക്കും ചായ വേണ്ട, നാരങ്ങ വെള്ളം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങ വെള്ളവും കടിയൊക്കെ കൊടുത്തിട്ടുണ്ടേനി. അതാ നമ്മുടെ ഷെഡിൻ്റെ ലാസ്റ്റ് ഭാഗം പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. കുറച്ച് ഭാഗം ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടിയിട്ടുണ്ടേനല്ലോ, ആ ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ശരിയാക്കി കൊണ്ടിരിക്കുന്നത്. ആ ഒരു ചുമരുമ്മലായിരുന്നു കറണ്ടിൻ്റെ കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് വന്നിട്ടാണ് ഓലത് ഊരിയൊക്കെ കൊണ്ടുപോയത്. അപ്പോൾ നമ്മുടെ ഷെഡ് ലാസ്റ്റ് ഇതാ സമാധിയായി കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തിന് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് മോനെ അതൊക്കെ ഒന്ന് പോയി ഒന്ന് പുണ്ണോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും ഞാനല്ല കേട്ടോ വീഡിയോ എടുത്തത്. അന്നും അതിൻ്റെ തലേന്നൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റൂലല്ലോ. നമുക്ക് ഈ ഒരു ക്യാമറ ഇങ്ങനെ പിടിച്ചിങ്ങനെ നടക്കുന്നത് എന്തായാലും പോസിബിളായ കാര്യമല്ലാത്തതുകൊണ്ട് ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടീനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളോട് തലേ ദിവസം തന്നെ വന്ന് നമുക്ക് വീഡിയോ ഒക്കെ പിടിച്ചു തരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ആളാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിനി. അത് ഞാനാണെങ്കിൽ ഇങ്ങനെ ആളുകളുടെ ഇടയിലൊന്നും ഇറങ്ങിയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും അതെനിക്കൊരു വലിയൊരു താല്പര്യമല്ല, പിന്നെന്താ ഒരു മടിയും ആണ് കേട്ടോ. അപ്പോൾ ആളുകൾ എന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനെയൊക്കെ തോന്നിയിട്ടാവും. എനിക്ക് അങ്ങനെ ഒരു മടിയാണ് കേട്ടോ. ഇത് പിന്നെ തലേ ദിവസം തന്നെ ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കാണ് കേട്ടോ. പിന്നെ എന്താ വെപ്പുകാരെ കൂടെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പാത്രം കഴുകലും അതൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ രാത്രിക്ക് തന്നെ വെപ്പുകാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, സവാള കരിയാനും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ തലേ ദിവസം എല്ലാവരും ഇവിടെ കുഞ്ഞുട്ടിൻ്റെ കുടുംബങ്ങളും എൻ്റെ കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കലും ഫുഡ് ഉണ്ടാക്കൽ അടുക്കളയിൽ നടക്കുന്നുണ്ട് കേട്ടോ. സാമ്പാറും ചിക്കൻ കറിയും പിന്നെ വെറുംചോറൊക്കെ വെച്ചിട്ടുണ്ടായിനി അതിട്ടന്ന്. അപ്പോൾ ഇവിടെ പുറത്ത് സവാള അരിയണതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിനി കേട്ടോ. വെപ്പാറിൻ്റെ കൂടെ രണ്ട് സ്ത്രീകൾ ഉണ്ടാവും. അതുപോലെയാണ് പിന്നെ പാത്രം കഴുകാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തലേ ദിവസം തന്നെ വരിക കേട്ടോ. പിന്നെ ഇത് പിന്നെ ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒക്കെ പോയിട്ടുണ്ടായിനി കേട്ടോ. പിന്നെ രാവിലെ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചിക്കൻ കടായും നെയ്ച്ചോറുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആ വെക്കണ ആളെ കൂടല്ലേ സ്ത്രീകൾ രാവിലെ തന്നെ നേരത്തെ വന്നിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേന് വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓല് വന്ന് ഓല പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അന്ന് പിന്നെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനും നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ താത്താർ ചിക്കനൊക്കെ കഴുകാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തുകൊണ്ടിരുന്നുണ്ട് കേട്ടോ. അപ്പം അന്ന് പൊറാട്ട വാങ്ങിച്ച് കഴിഞ്ഞു കേട്ടോ. കാരണം ഞങ്ങളും കുറച്ച് ആളുകളുണ്ട്. പിന്നെ ഇപ്പോൾ ഇവർക്കും ഫുഡ് കൊടുക്കണം. അപ്പോൾ പിന്നെ രാവിലെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാൻ ഒന്നും വലിയ എന്താ പറയുക സമയമൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ പുറത്തുനിന്ന് പൊറാട്ടയൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ചിക്കനൊക്കെ വെട്ടിയതൊക്കെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. മെയ് 15 വ്യാഴാഴ്ചയാണ് കേട്ടോ നമ്മൾ സുബഹി നിസ്കാരം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് 18 ഞായറാഴ്ചയാണ് കേട്ടോ ഒരു ഫംഗ്ഷന് പോലെ കുടുംബങ്ങളും പിന്നെ അയൽവാസികളും ബന്ധുക്കളൊക്കെ വിളിച്ചിട്ട് ഒരു ചെറിയൊരു പരിപാടിയായിട്ട് അങ്ങനെ നടത്തിയിട്ടുണ്ടായിരുന്നത് 18 കേട്ടോ. കാരണം 2 ദിവസം നടക്കൂല. പിന്നെ നമുക്ക് ആദ്യം ഷെഡൊക്കെ ഒന്ന് പൊളിച്ച് ഇതാക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അപ്പോൾ വെറുംചോറിനുള്ള അരി
ഒക്കെ തീമട്ടിക്കുന്നു കേട്ടോ. പിന്നെ ഇവിടെ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആൾ പോയിട്ട് വീഡിയോ എടുത്ത് തന്നതേന് കേട്ടോ, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ കുട്ടി. ഞാനാണെങ്കിൽ ഇങ്ങനെയൊന്നും പോയിട്ട് വീഡിയോ എടുക്കില്ല, പിന്നെ നമുക്ക് അതിനുള്ള സമയമായിട്ട് ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഓരോന്നും റെസിപ്പി ഒന്നും ചോദിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഒന്നും ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെപ്പാരൻ അടിപൊളിയാണ് കേട്ടോ. വന്നൊരു 2 മണിക്കൂർ കൊണ്ട് ഷടപടേന്ന് പറഞ്ഞിട്ട് ആൾ പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഒരു 8 മണിയായിട്ടും ആൾ വരുന്നൊന്നും കാണാച്ച് ഞങ്ങളാകെ ബേജാറായിട്ടോ. അപ്പോൾ ഒരു 11 മണിയൊന്നും ആകുമ്പോഴേക്കും ഫുഡ് ആവൂലേ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ അവിടെ ആൾ ഉഷാറായിട്ട് പെട്ടെന്ന് പരിപാടിയൊക്കെ തീർത്തിട്ടുണ്ടായിന് കേട്ടോ. നാളെ കൂടിയും ഒരാൾ ഉണ്ടായിട്ടുണ്ടേന്, 2 ആളോ 3 ആളൊക്കെ ഉണ്ടായിന് കേട്ടോ. അങ്ങനെ കടായിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചും ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പോലെ ആവില്ല ചില സമയത്തൊന്നും നടക്കലില്ലേ. അപ്പം ഞാൻ വീടിൻ്റെ ഒരു ഫോട്ടോ ഇതിന് മുമ്പ് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഷെഡ് പൊളിച്ച് ലാസ്റ്റ് പൊളിച്ചത് തലേ ദിവസം ഒരു ഉള്ളിയൊക്കെ തീർക്കുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എനിക്ക് ശരിക്കും ഒരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം സാധനങ്ങളൊക്കെ പൊളിച്ച് പന്തലൊക്കെ പൊളിച്ച് അതിൻ്റെ പിറ്റേ ദിവസം കൊണ്ടുപോയതിന് ശേഷമൊക്കെയാണ് കേട്ടോ ഞാനൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളുടെ കൂടെ 2 അസിസ്റ്റൻറ്റുകളൊക്കെ ഉണ്ടായിന് കേട്ടോ, കൂടി കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കടായി ചിക്കനൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വെപ്പുകാരന്. അപ്പോൾ ആൾ വന്നിട്ട് പെട്ടെന്ന് തന്നെ പരിപാടികളൊക്കെ തീർത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ ടേബിൾ വാങ്ങിയപ്പോൾ ടേബിളിന് എത്രയാണ് പൈസ ആയത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. 26,000 കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. ടേബിളും ചെയറും ഒക്കെ കൂട്ടി 26,000 കേട്ടോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പം നീയക്കുട്ടി ഇതാ ഒരുക്കണൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നതും മനനിയത്തിൻ്റെ കുട്ടിയൊക്കെയാണ് കേട്ടോ. പിന്നെ വരുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പിസ്ത വെള്ളമൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ പോലെ തന്നെയാണ് കേട്ടോ കലക്കി തരിക. നമുക്ക് ആ ഒരു വക പരിപാടികളൊന്നുമില്ല. ഒക്കെ വെള്ളമൊക്കെ കലക്കി നമ്മുടെ നെയ്ച്ചോറൊക്കെ സെറ്റാക്കി ഒക്കെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോലെ തന്നെ പിന്നെ മുറ്റത്തൊന്ന് മണ്ണൊക്കെ ഇട്ടിട്ട് ഒന്ന് നിരത്തണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, തലേ ദിവസം ആണ് ഇതൊക്കെ മുറ്റത്തിൻ്റെ ഷെട്ടൊക്കെ പൊളിച്ച് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഓരോരുത്തരൊക്കെ മാറ്റി ഒരുങ്ങി ഇറങ്ങി. പിന്നെ അതാ ടേബിളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് കുടിരിക്കലിന് വെച്ചിട്ട് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പെരുന്നാൾക്ക് ഇട്ട ഡ്രസ്സുകളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കുടിരിക്കലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും സജീവമായിട്ട് വിളമ്പാനും പിന്നെ കൊണ്ടു കൊടുക്കാനും ഒക്കെ കൂടിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ വീട്ടിലുള്ളവരൊക്കെ ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ. പക്ഷേ ഞാൻ ആ ട്രിപ്പിലൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ ലാസ്റ്റാണ് ഇരുന്നത്. എനിക്ക് ഈ ബിരിയാണി നെയ്ച്ചോറൊക്കെ ആകുമ്പോൾ ഫസ്റ്റ് തന്നെ ആകുമ്പോൾ എന്താ വെച്ചാൽ പിന്നെ ഒരു കുഴക്കേക്കാരം കേട്ടോ. ഇങ്ങനെ ബിരിയാണി നെയ്ച്ചോറൊക്കെ തിന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിചാരിച്ച മാതിരി ഇങ്ങനെ ഓടിച്ചാടി നടക്കാനൊന്നും വലിയൊരു ഉഷാറ് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും കഴിഞ്ഞ് ഒരുവിധം ഉച്ച ഇരുന്ന് എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എന്താണ് ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മനനിയത്തിന് കുട്ടിയാണ്. ഇപ്പം നിയമോള് കുറേ ദിവസമായിട്ടാണ് കേട്ടോ, കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു കാണുന്നത്. അപ്പം അതിൻ്റെ സ്നേഹപ്രകടനമൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഉച്ച കഴിഞ്ഞ് മഴയും പെയ്തു. ഉച്ച കഴിഞ്ഞ് ഒരുവിധം ആളുകളൊക്കെ വന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മഴ പെയ്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ അത്രയും അടുത്ത കുടുംബങ്ങൾ അങ്ങനെയുള്ളവരൊക്കെയാണ് പോവാതെ നിന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുടിരിക്കലാവുമ്പോൾ ഉച്ച കഴിഞ്ഞാലും വൈകുന്നേരം വരെ ആളുകൾ അങ്ങനെ വരവ് ഉണ്ടായിന് കേട്ടോ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കുടിരിക്കലാവുമ്പോൾ എപ്പോഴും വരാലോ. പിന്നെ കല്യാണം ഉച്ചക്ക് വല്ല കല്യാണം ഒക്കെ ഉള്ളോല് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം 8-9 മണി വരെ ആളുകൾ ഉണ്ടായിന് കേട്ടോ വന്നു പോവാനൊക്കെ ആയിട്ട്. ആയിക്കോട്ടെ, ഞാൻ ഇതാണ് അനികയെ തന്നതാണ് എൻ്റെ ഫ്രണ്ട്. അപ്പം ഇതാണ് നമ്മൾ പൊട്ടിക്കാൻ പോവാണ്. പൊട്ടിക്കട്ടെ? സത്യം പറഞ്ഞാലേ വൈകുന്നേരമൊക്കെ ഈ ഒരു സമയമായപ്പോഴത്തേനും
അങ്ങോട്ട് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു ദിവസം മാത്രമല്ല, കുറച്ചധികം ദിവസങ്ങളായിട്ട് ഫുള്ള് ബിസി ആയിട്ടുള്ള ദിവസങ്ങളാണ് കേട്ടോ. കാരണം ഓരോന്ന് ഷെഡ് പൊളിക്കലും അതിൻ്റെ മുന്നേ ഓരോ സാധനങ്ങൾ അങ്ങോട്ട് മാറ്റലും ഇങ്ങോട്ട് മാറ്റലൊക്കെ ആയിട്ട് ഒക്കെപ്പാടാകെ പുക തിരക്കിൻ്റെ ദിവസങ്ങളേനി കേട്ടോ. പറ്റങ്ങോട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഉമ്മ കുറേ ദിവസം ഇവിടെ വന്ന് കൂടി തന്നത് കൊണ്ടാണ് കേട്ടോ എങ്ങനെയെങ്കിലും, അല്ലെങ്കിലൊക്കെ ഞാൻ ലാസ്റ്റൊക്കെ ആകുമ്പോഴൊക്കെ പറ്റ ജീവൻ പോയിട്ടുണ്ടാവും ആ കോലത്തിലായിക്കോ. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ. പക്ഷെ കുട്ടിക്ക് അതല്ല, എന്ത് കണ്ടാലും അപ്പം അൺബോക്സ് ചെയ്യണ സ്വഭാവം ഉണ്ടേ. അതുകൊണ്ട് തന്നെ രാവിലേക്കൊക്കെ വരെ നിൽക്കാനുള്ള ക്ഷമയൊന്നും ആൾക്കില്ല കേട്ടോ. ഞാൻ പറഞ്ഞടി രാവിലെ പൊളിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കുക, എനിക്കിപ്പോൾ വയ്യ കുഴങ്ങീന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും സമ്മതിക്കണില്ല. ഓൾക്ക് അപ്പം തന്നെ പൊളിച്ചതിലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ മനസ്സോടെ ക്യാമറയ്ക്ക് ഇട്ട് വന്ന് അൺബോക്സ് ചെയ്യണതൊക്കെ വീഡിയോ എടുക്കാൻ കേട്ടോ. കുറേ അധികം ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പൊളിച്ച ഗിഫ്റ്റ് ഓളെ ടീച്ചർ കൊണ്ടുവന്ന് കൊടുത്തത് കേട്ടോ. അങ്ങനെ ഇത് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിന്, ആൾ തന്നത് കേട്ടോ. പിന്നെ കുടുംബങ്ങളൊക്കെ എല്ലാവരും പൈസയാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം എല്ലാവർക്കും ഒരേ കട ഉണ്ട്, പിന്നെ വീടിൻ്റെ പണികളും ഫുള്ള് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം അധികം ആളുകൾ പൈസയൊക്കെ ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഇത് അജുവിൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന ഗിഫ്റ്റാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ 2-3 ഫാന് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഒന്ന് അയൽവാസി ഗിഫ്റ്റ് തന്ന്, പിന്നെ ഒന്ന് കുഞ്ഞുട്ടീൻ്റെ അനിയൻ തന്ന്, ഒന്ന് ഏട്ടൻ തന്നത്, അങ്ങനെയൊക്കെ ആയിട്ട് ഫാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് 1-2 ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വഴിയേ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാനുള്ള ആ ഒരു ഇതിലല്ലേനു കേട്ടോ. കാരണം പറ്റ കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ ദിവസം സാവധാനമൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കുന്നു കേട്ടോ. പക്ഷെ കുട്ടീൻ്റെ നിർബന്ധത്തിൽ ഞാൻ അങ്ങനെ അതൊക്കെ പൊളിച്ചതേനി കേട്ടോ. പിന്നെ ഡിന്നർ സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിക്കിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഭയങ്കര സ്റ്റിക്കർ മഴയേക്കാരം കേട്ടോ. കാരണം എല്ലാവരും ഫേസൊന്നും ചിലപ്പോൾ അവർക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഒരാളുടെയും ഫേസൊന്നും വീഡിയോ എടുക്കലില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും ഒന്നും പറ്റിക്കൊള്ളണം എന്നില്ല. വീഡിയോയിലൊക്കെ നമ്മൾ ഇത് കാണുമ്പോൾ എല്ലാവരും കാണുന്നതല്ലേ. അപ്പം അങ്ങനെ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരതും വീഡിയോൻ്റെ സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ഇമോജിയൊക്കെ വെച്ചിട്ട് ഞാൻ മുഖം മറിച്ചിട്ട് കേട്ടോ. അപ്പം വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരാം. എല്ലാവരും കാത്തിരിക്കുമെന്ന പ്രതീക്ഷയിൽ. അസ്സലാമു അലൈക്കും, ബൈ ബൈ.